ഓഗസ്റ്റ് 11 സംസ്ഥാന വ്യാപകമായി കർണാടക ബന്ദിന് ആഹ്വാനം ചെയ്തു. വാട്ടാൾ നാഗരാജിന്റെ പ്രഖ്യാപന പ്രകാരം ഓഗസ്റ്റ് 13 രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് സംസ്ഥാന വ്യാപക ബന്ദ് നടത്തുക. ബന്ദ് പ്രഖ്യാപനം നടപ്പായാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് വിലയിരുത്തൽ. കാവേരി നദിയിലെ ജലവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് ഓഗസ്റ്റ് 13 നടത്തുന്ന കർണാടക ബന്ദിന്റെ പ്രധാന കാരണം. കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള ജലതർക്കങ്ങൾക്കൊപ്പം മഹാദായി നദിയിലെ ജലവിഹിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഓഗസ്റ്റ് 13 സംസ്ഥാന വ്യാപകമായി കർണാടക ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വാട്ടാൾ നാഗരാജിന്റെ പ്രഖ്യാപന പ്രകാരം ഓഗസ്റ്റ് 13 രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് സംസ്ഥാന വ്യാപക ബന്ദ് നടക്കുക. ബന്ദ് പ്രഖ്യാപനം നടപ്പിലായാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ. തമിഴ്നാട് കാവേരി ജലം വിട്ടു നൽകുന്നതും പ്രതിഷേധത്തിന്റെ മറ്റൊരു പ്രധാന കാരണമാണ്. മഴ കുറവായതിനാൽ കർണാടകയിൽ തന്നെ ജലക്ഷാമം നേരിടുന്നുണ്ടെന്നും കർഷകർക്കും കുടിവെള്ള ആവശ്യങ്ങൾക്കും ആവശ്യമായ വെള്ളം ആദ്യം സംസ്ഥാനത്ത് തന്നെ നിലനിർത്തണമെന്നുമാണ് ചില കർഷക സംഘടനകളും കന്നഡ അനുകൂല സംഘടനകളും ആവശ്യപ്പെടുന്നത്. വാട്ടാൾ നാഗരാജിന്റെ പ്രഖ്യാപന പ്രകാരം ഓഗസ്റ്റ് 13 രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ സംസ്ഥാന വ്യാപകമായി ബന്ദ് നടത്തും. 2000-ലധികം കന്നഡ അനുകൂല സംഘടനകൾ ഇതിനകം തന്നെ പിന്തുണ അറിയിച്ചതായും ബന്ദിന് മുമ്പ് പിന്തുണയ്ക്കുന്ന സംഘടനകളുടെ എണ്ണം 3000 കവിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ബന്ദ് പ്രഖ്യാപനം നടപ്പിലായാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതും. നിലവിലെ സാഹചര്യത്തിൽ കടകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കാനും സാധ്യതയുണ്ട്. ബന്ദ് നടക്കുന്ന വിഷയത്തിലെ ഗൗരവവും ഇതിന്റെ പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നതാണ്. കർണാടക റോഡ് ഗതാഗത കോർപ്പറേഷന്റെയും ബംഗളൂരു മഹാനഗര ഗതാഗത കോർപ്പറേഷന്റെയും ബസ് സർവീസുകളെയും ബന്ദ് ബാധിച്ചേക്കുമെന്നാണ് വിവരം. കൂടാതെ ഓട്ടോറിക്ഷ, ടാക്സി, മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ലഭിക്കുന്ന വാഹന സേവനങ്ങൾ എന്നിവയും പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടാൻ സാധ്യതയുമുണ്ട്. അതേസമയം ആശുപത്രികൾ, മരുന്നുകടകൾ, ആംബുലൻസ് സേവനങ്ങൾ, പാൽ വിതരണം, പഴം, പച്ചക്കറി വിതരണം തുടങ്ങിയ അവശ്യ സേവനങ്ങൾ സാധാരണ നിലയിൽ തുടരാനാണ് സാധ്യത. മെട്രോ അടക്കമുള്ള സംവിധാനങ്ങൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെങ്കിലും യാത്രക്കാരുടെ എണ്ണം കുറവായിരിക്കും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.